ഹലോ ഗൈസ്. ഒരു സൂപ്പർ ഹീറോ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ആദ്യത്തെ ചിന്ത എന്താണ്? എന്ത് അമാനുഷിക ശക്തിയായിരിക്കും അയാൾക്കുണ്ടാവുക എന്നല്ലേ? അതായത് ചിലപ്പോൾ മിന്നലെടുപ്പിക്കുക, അല്ലെ കണ്ണിൽ നിന്ന് ലേസർ വിടുക, അതോ അയാൾക്ക് പറക്കാൻ കഴിയുമോ? ഇതൊന്നുമല്ല. ഒരു സുപ്രഭാതത്തിൽ നിങ്ങളുടെ കാഴ്ച നഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ നിങ്ങളുടെ ജീവിതം കൊണ്ട് എന്ത് ചെയ്യാനായിരിക്കും തീരുമാനിക്കുക? ചിലപ്പോൾ നമ്മുടെ മനം എടുത്തു പോകും അല്ലേ? തൻ്റെ 8-ാം വയസ്സിൽ ഒരു പയ്യൻ അവൻ ധീരമായ ഒരു കാര്യം ചെയ്യാൻ ശ്രമിക്കുന്നു. അതായത് ഒരു വൃദ്ധനെ കാറിടിക്കാൻ വരുന്നു, ആ വൃദ്ധനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. അതിനിടയിൽ തൻ്റെ കണ്ണിലേക്ക് റേഡിയോ ആക്റ്റീവ് ഫ്ലൂയിഡ്സ് തെറിക്കുന്നു. അങ്ങനെ അവൻ്റെ കാഴ്ച നഷ്ടപ്പെടുന്നു. നിങ്ങളെന്തായിരിക്കും ഇങ്ങനെയൊരു സിറ്റുവേഷനിൽ ചെയ്യുക? പകൽ ഒരു വക്കീലായി നീതിക്കേണ്ടി വാദിച്ച് രാത്രിയാകുമ്പോൾ തൻ്റെ നഗരത്തെ രക്ഷിക്കാൻ ഇരുട്ടിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന ഒരു അന്ധനായ മനുഷ്യനുണ്ട്. അതെ, മാത്യു മർഡോക്ക് അഥവാ ഡെയർഡെവിൾ. തൻ്റെ കൊച്ചു പ്രായത്തിൽ തന്നെ, അത് 8-ാം വയസ്സിൽ തന്നെ തൻ്റെ കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ട ആ പയ്യൻ ലോകം മുഴുവൻ അവനൊരു അന്ധനെന്ന് മുദ്രകുത്തി അവനെ സഹതാപത്തോടെ നോക്കിക്കണ്ടു. ഇതൊരു ഫിക്ഷണൽ കഥയാണെങ്കിൽ പോലും ഇതിലെ ഈ കഥാപാത്രം ചെയ്യുന്ന എന്താണെന്ന് നമ്മൾ നോക്കി കാണേണ്ടതുണ്ട്. മാറ്റ് എന്ന ആ കൊച്ചുകുട്ടി അവൻ്റെ കാഴ്ചയില്ലായ്മയെ അവൻ ഒരു ആയുധമാക്കി. അവൻ തൻ്റെ മറ്റ് ഇന്ദ്രിയങ്ങൾക്ക് മൂർച്ച കൂട്ടി. അവൻ കഠിനമായി പരിശീലിച്ചു. അതായത് അന്ധത അവൻ്റെ ഒരു പരിമിതി ആവരുത് എന്ന് അവൻ തീരുമാനിച്ചു. അവൻ്റെ സ്പർശന ഇന്ദ്രിയങ്ങളെ, അവൻ്റെ കേൾവിശക്തിയെ അവനൊരു കത്തി പോലെ ആയുധമാക്കി. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. നമ്മുടെ കുറവുകളെ നോക്കിയിരിക്കാനാണെങ്കിൽ നമ്മൾ അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. പക്ഷെ നമുക്കുള്ള കഴിവുകളെ അതിന് മൂർച്ച കൂട്ടിക്കൂട്ടി അതൊരു ശക്തമായ ആയുധമാക്കി മാറ്റുക. ഡെയർഡെവിൾ സീരീസ് കണ്ടിട്ടുള്ളവരാരും ഈ ഐക്കോണിക് ആയിട്ടുള്ള ആ ഹാർവേ ഫൈറ്റ് സീൻ മറന്നു കാണില്ല. അതായത് ഒരു 5-10 പേർ ചേർന്ന് അവനെ തല്ലിച്ചതക്കുകയാണ്. അവൻ്റെ വാരിയലുകൾ ഉടയുന്നു, അവന് ശ്വാസം മുട്ടുന്നു, അവൻ ചോര തുപ്പുന്നു. എന്നിട്ടും അവൻ എണീറ്റ് നിൽക്കുന്നുണ്ട്, അവരെ ഫൈറ്റ് ചെയ്യാൻ മുതിരുന്നുണ്ട്. അതായത് അവൻ്റെ അച്ഛനായ ജാക്ക് മർഡോക്ക് അയാളൊരു ബോക്സറായിരുന്നു. അയാൾ പറഞ്ഞു കൊടുത്തിട്ടുള്ളൊരു പാഠമുണ്ട്, അവൻ ജീവിതത്തിൽ അത് ഫോളോ ചെയ്യുന്നുണ്ട്. ആ ഡയലോഗ് ഇങ്ങനെയാണ്: ദ മെഷർ ഓഫ് എ മാൻ ഈസ് നോട്ട് ഇൻ ഹൗ ഹി ഗെറ്റ്സ് നോക്ക് ടു ദ മാൻ, ഇറ്റ് ഈസ് ഇൻ ഹൗ ഹി ഗെറ്റ്സ് അപ്പ്. ഇത് വളരെ പവർഫുള്ളായിട്ടുള്ളൊരു ഡയലോഗാണ്. അതായത് നമ്മളെ എങ്ങനെ അടിച്ചിടുന്നു, എങ്ങനെ നമ്മൾ നിലത്ത് വീഴുന്നു എന്നതിലല്ല, നമ്മളെങ്ങനെ എണീക്കുന്നു എന്നതിലാണ്. ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരുപാട് സൂപ്പർ ഹീറോ സിനിമകൾ കാണാറുണ്ടല്ലേ. അപ്പോൾ ഈ സിനിമകളെല്ലാം പറഞ്ഞു വെക്കുന്നത് ഇതിലെ നായകൻ അല്ലെ മറ്റൊരു കഥാപാത്രം എത്ര തവണ നമ്മൾ നിലത്ത് വീണാലും നമുക്ക് എന്തൊക്കെ കുറവുണ്ടെങ്കിലും നമ്മൾ വീണ്ടും എണീക്കുക എന്നുള്ളതാണ്. കണ്ണീരോടെ ആണെങ്കിലും വിറയ്ക്കുന്ന കാലുകളോടെ ആണെങ്കിൽ പോലും നമ്മൾ വീണ്ടും എണീക്കണം, നമ്മൾ പൊരുതണം നമ്മുടെ ജീവിതത്തോടെ. അതാണ് ഇതെല്ലാം പറഞ്ഞു വെക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഡെയർഡെവിൾ സീസൺ 3യുടെ ക്ലൈമാക്സ് ഫൈറ്റ് സീൻ, വിൽസൺ ഫിസ്ക് അല്ലെങ്കിൽ കിങ് പിൻ എന്ന വില്ലൻ്റെ മുമ്പിൽ ചോര ഒലിപ്പിച്ച് നിൽക്കുന്ന മാറ്റ് മർഡോക്ക്. അതായത് ഒരു നിമിഷം കൊണ്ട് കിങ് പിന്നെ കൊന്നാൽ മാറ്റിൻ്റെ പ്രശ്നങ്ങളെല്ലാം തീരും. കിങ് പിൻ തന്നെ പറയുന്നുണ്ട്, എന്നെ കൊല്ല് എന്ന്. പക്ഷെ കൊല്ലാനുള്ള ആക്രോശത്തോടെ അവൻ ആ ഉയർത്തിയ ആയുധം മാറ്റ് താഴെ ഇടുകയാണ്. എന്നിട്ട് മാറ്റ് പറയുന്ന ഒരു ഡയലോഗുണ്ട്, അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡയലോഗാണ്. അത് ദ സിറ്റി റിജക്ട്സ് യു, ഇറ്റ് ബീറ്റ് യു, ഐ ബീറ്റ് യു. അതായത് നഗരം നിങ്ങളെ റിജക്റ്റ് ചെയ്തു, അവർ നിന്നെ തോൽപ്പിച്ചു, ഞാനും നിന്നെ തോൽപ്പിച്ചു. അതായത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ വിജയത്തിലേക്ക് നമുക്ക് ഒരുപാട് വഴികളുണ്ടാവും. ചിലപ്പോൾ അത് കുറുക്കു വഴിയായിരിക്കും. എന്നാൽ ആ കുറുക്കു വഴി കൂടെ നമ്മൾ പോകുമ്പോൾ നമ്മൾ ഒരുപാട് പേരുടെ സ്വപ്നങ്ങളും അല്ലെ അവരുടെ ലക്ഷ്യങ്ങളും ഒക്കെ ചവിട്ടി അരയ്ക്കേണ്ടി വരും. അങ്ങനെ എത്തുന്ന ലക്ഷ്യങ്ങൾ അല്ലെ അങ്ങനെ കിട്ടുന്ന വിജയങ്ങൾ ശരിക്കുമുള്ള വിജയങ്ങളാണോ എന്ന് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എത്ര വലിയ പ്രതിസന്ധികളുണ്ടായാലും നിങ്ങളുടെ എത്തിക്സും വാല്യൂസും കൈവിടാതെ വിജയത്തിലേക്ക് എത്തുമ്പോഴാണ് നിങ്ങളൊരു യഥാർത്ഥ ഹീറോ ആവുന്നതും അതൊരു ശരിക്കുമുള്ള വിജയമാവുന്നതും. ഡെയർഡെവിളിനെ ആളുകൾ വിളിക്കുന്നത് എന്താണ്? ദ മാൻ വിതൗട്ട് ഫിയർ, അതായത് ഭയമില്ലാത്ത മനുഷ്യൻ. ഡെയർഡെവിളിന് ഭയമില്ലേ? എന്തായാലും ഉണ്ട്, ശരിക്കും ഉണ്ട്. അവന് ഭയമുണ്ട്. അവൻ ഓരോ രാത്രിയും ആ ഇരുട്ടിൻ്റെ തെരുവിലേക്ക് ഇറങ്ങുന്നത് വലിയ ഭയത്തോടെയാണ്. അതായത് തൻ്റെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുമെന്നുള്ള ഭയം. ഓൾറെഡി മാറ്റിന് നഷ്ടപ്പെട്ടു, തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിനെ നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ആ ഭയത്തോടെയാണ് ഓരോ രാത്രിയും ഡെയർഡെവിൾ ആ തെരുവിലേക്ക് ഇറങ്ങിപ്പോകുന്നത്. ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഭയം ഇല്ലാതാക്കുന്നതല്ല ധൈര്യം. എന്തൊക്കെ ഭയങ്ങളും നമ്മുടെ കൈയും കാലും വിറയ്ക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ നെഞ്ചിടിച്ച് പുറത്തു വരുമെന്ന് തോന്നിയാൽ പോലും നമുക്ക് വേണ്ട ലക്ഷ്യത്തിലേക്ക് നമ്മൾ വെക്കുന്ന ആദ്യത്തെ കാൽവെപ്പുണ്ടല്ലോ, അതാണ് യഥാർത്ഥ ധൈര്യം. ഭയം എന്നത് സ്വാഭാവികമാണ് ഗൈസ്. സോ നമ്മൾ അതിനെ ഒരിക്കലും നമ്മുടെ ജീവിതത്തെ കൺട്രോൾ ചെയ്യാൻ വിടേണ്ടതില്ല. നമ്മുടെ ഭയത്തെ നമ്മളാണ് കൺട്രോൾ ചെയ്യേണ്ടത്. അങ്ങനെയായാൽ നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള വഴി കുറച്ചുകൂടി എളുപ്പമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഡെയർഡെവിൾ സീരീസിലെ വൺ ഓഫ് ദ ബെസ്റ്റ് അല്ലെ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു രംഗമാണ് ഫാദർ ലാൻഡമിനോട് ഡെയർഡെവിൾ സംസാരിക്കുന്ന, പള്ളി വെച്ച് സംസാരിക്കുന്ന ആ ഒരു സീൻ.
താൻ ഇത്രയധികം വേദനകളും യാതനകളും സഹിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചുകൊണ്ട് മാറ്റ് പല സമയത്തും ദൈവത്തോട് വരെ ദേഷ്യപ്പെടുന്നുണ്ട്. ഇവിടെ ഫാദർ ലാൻഡം പള്ളി വെച്ച് മാറ്റിനോട് പറയുന്നൊരു ഡയലോഗുണ്ട്. അതായത് ഗോഡ്സ് പ്ലാൻ ഈസ് ലൈക്ക് എ ബ്യൂട്ടിഫുൾ ടാപ്സ്ട്രി. അതായത് ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുമ്പോൾ അതൊരു മനോഹരമായ ചിത്രം പോലെയാണ്. പിന്നിൽ നിന്ന് നോക്കുമ്പോൾ അത് കെട്ടുപടിഞ്ഞ് കിടക്കുന്ന നൂലുകൾ പോലെ തോന്നും. പക്ഷെ അത് മുന്നിൽ നിന്ന് നോക്കുമ്പോഴാണ് അത് എത്ര മനോഹരമായൊരു ചിത്രമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് നമ്മുടെ ജീവിതത്തിൽ കുറേ പ്രശ്നങ്ങൾ വരുമ്പോഴും യാതനകൾ വരുമ്പോഴും നമ്മൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അല്ലെ നമ്മൾ ആരാധിക്കുന്ന ദൈവത്തോട് നമ്മൾ ചോദിക്കും, എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ? പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ആ വേദനകളാണ് നമ്മളെ നമ്മളാക്കി മാറ്റുന്നത്. മാറ്റ് മർഡോക്ക് ഒരിക്കലും ഡെയറബിൾ ആകുമ്പോൾ മാത്രമല്ല ഒരു സൂപ്പർ ഹീറോ ആകുന്നത്. അതായത് അവൻ വക്കീലായി വർക്ക് ചെയ്യുമ്പോൾ തന്നെ അവന് കോടികൾ ഓഫർ ചെയ്യാൻ വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനികളും അവർ കേസ് വാദിക്കാൻ ഓഫർ ചെയ്യുന്നുണ്ട്. പക്ഷേ മാറ്റി ചൂസ് ചെയ്യുന്നതോ അത്തരം കമ്പനികളാൽ ചതിക്കപ്പെട്ട ആൾക്കാരെ, അതായത് പണം ഇല്ലാത്തവർക്ക് വേണ്ടി കേസ് വാദിക്കുക, അല്ലെങ്കിൽ അവർക്ക് നീതി വാങ്ങിച്ചു കൊടുക്കുക. അതായത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കഴിവുകൾ ഒരിക്കലും നമ്മുടെ ലാഭത്തിന് വേണ്ടി, നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രം യൂസ് ചെയ്യാതെ, അതായത് നമ്മളെക്കാൾ വേദനകൾ അനുഭവിക്കുന്ന, നമ്മുടെ ഒരു കരുണ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി നമ്മുടെ കഴിവുകളെ ഉപയോഗിക്കുക എന്നാണ്. സ്വന്തം ലാഭത്തിന് വേണ്ടി, സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി മാത്രം ഓടുന്നൊരു ലോകത്ത് സത്യത്തിനും നീതിക്കും വേണ്ടി ശബ്ദമുയർത്താൻ കാണിക്കുന്ന ആ മനസ്സ്, ആ ഒരു മനസ്സാണ് ഒരാളെ യഥാർത്ഥ ഹീറോയാക്കി മാറ്റുന്നത്. നമ്മുടെ ചുറ്റുവട്ടത്ത് എവിടെയെങ്കിലും അനീതി കാണുമ്പോൾ അത് കണ്ട് മുഖം തിരിച്ചു പോകാതെ, അത് നിങ്ങൾക്ക് നീതിയായി തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നിന്ന് ഫൈറ്റ് ചെയ്യാനുള്ള മനസ്സ് കാണിക്കുക. ഡോക്ടർ ഫോഗി നെൽസണും തമ്മിലുള്ള സൗഹൃദം നിങ്ങൾക്കറിയില്ലേ? അതായത് അയാൾ എത്ര വലിയ ആളാണെന്നും എത്ര കഴിവുള്ള ആളാണെങ്കിൽ പോലും മാറ്റ് പലപ്പോഴും തൻ്റെ മനസ്സുമായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ, തൻ്റെ മനസ്സ് സമ്മർദ്ദങ്ങളായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ, അതിൻ്റെ ഇരുട്ടി വീഴുമ്പോൾ ഫോഗി നെൽസനാണ് അവനെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നത്, അവനെ ഗൈഡ് ചെയ്യുന്നത്. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എത്ര വലിയ ആളാണെങ്കിൽ പോലും നമ്മുടെ പ്രശ്നങ്ങളും നമ്മുടെ സമ്മർദ്ദങ്ങളും നമ്മുടെ സങ്കടങ്ങളും പറയാൻ നമുക്കെല്ലാവർക്കും ഒരാൾ വേണം. സോ നമ്മുടെ കുറവുകൾ കണ്ട് നമ്മളെ കൂടെ നിർത്തുന്ന, നമ്മളെ ചേർത്ത് നിർത്തുന്ന സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അവരെ ഒരിക്കലും മാറ്റി നിർത്തരുത്, അവരെ ചേർത്ത് പിടിക്കുക. അവരായിരിക്കും നമുക്ക് അവസാനം ഉണ്ടാകുന്ന ഒരേ ഒരു സമ്പത്ത്. അവസാനമായിട്ട് പറയാനാണെങ്കിൽ, നിങ്ങൾക്ക് എന്തൊക്കെ കുറവുകളോ അല്ലെങ്കിൽ നിങ്ങൾ എത്ര തവണ നിലത്ത് വീണാലും പരാജയപ്പെട്ടാലും വിറയ്ക്കുന്ന കരങ്ങളോടെ ആണെങ്കിലും ഇടിക്കുന്ന ഹൃദയത്തോടെയാണെങ്കിലും നിങ്ങൾ വീണ്ടും എണീക്കുക. എന്നിട്ട് നിങ്ങളുടെ കഴിവുകളെ മൂർച്ച കൂട്ടി അതൊരു ശക്തമായ ആയുധമാക്കി മാറ്റുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇൻഫ്ലുവൻസ് ചെയ്ത ആ സൂപ്പർ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.